ട്വിൻ ഫ്ലെയിമിനെ ആദ്യമായി കാണുമ്പോൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? അല്ലെങ്കിൽ എന്താണ് ഫീൽ ചെയ്യുന്നത്? ആദ്യം കാണുമ്പോൾ ഇതിനു മുമ്പ് ഒരിക്കലും തോന്നിയിട്ടില്ലാത്ത പോലെ വളരെ സോഫ്റ്റായ എക്സ്പാൻഷൻ നെഞ്ചിൽ അനുഭവപ്പെടും. നിങ്ങൾ ഒരുമിച്ചായിരിക്കുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള എനർജി എത്രത്തോളം ഇൻറ്റൻസ് ആണെന്ന് അനുഭവപ്പെടുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ സ്പിരിച്വലി അവേക്കൺഡ് അല്ലാത്തത് കൊണ്ട് അതിൻ്റെ റീസൺ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ല. നിങ്ങൾ ഒരുമിച്ചായിരിക്കണമെന്ന ഫാക്റ്റ് നിങ്ങളുടെ ഹേർട്ട് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും എന്തൊക്കെയോ നിങ്ങളെ അതിൽ നിന്ന് തടയുന്നത് പോലെ നിങ്ങൾക്ക് സ്വയം തോന്നിയേക്കാം. അതേസമയം ഒരു ദിവസം കണ്ടുപിരിയുമ്പോൾ ഇനിയും തമ്മിൽ കാണേണ്ടവരാണെന്ന് വളരെ ഇൻറ്റൻസ് ആയൊരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടാവും. ഡിവൈൻ ഫെമിനൈൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട പരിഗണന ആ വ്യക്തി തരുന്നില്ല എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ആവാൻ മറ്റാരെങ്കിലും, നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അടുത്തറിയുന്ന മറ്റാരെങ്കിലും പറയുമ്പോൾ ഈ വ്യക്തി നിങ്ങൾക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന തിരിച്ചറിവ് ആ മൊമെൻറ്റിൽ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. നിങ്ങൾ എന്ത് ചെയ്താലും എനർജി എപ്പോഴും അവിടെ തന്നെ ഉണ്ട്. പക്ഷെ നിങ്ങൾ അവേക്കണ്ടല്ല. നിങ്ങൾ ഒരുപാട് പവർഫുള്ളാണ്. പക്ഷേ അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇവിടെയാണ് സെൽഫ് ലവിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സെൽഫ് ലവിലേക്ക് വരാത്തത് കൊണ്ട് തന്നെ ഇത്തരം തോന്നലുകൾ നിങ്ങൾ കണ്ടില്ലെന്ന് വെക്കുന്നു. പെട്ടെന്നുണ്ടായ ഈ എനർജി വേരിയേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. ഇതിലെല്ലാം വലുതായി നിങ്ങളുടെ മനസ്സിൽ 24/7 ഇവരെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടായേക്കാം. മറ്റാരോടും ഇല്ലാത്ത പോലെ ഒരു പാഷനേറ്റ് എനർജി നിങ്ങളുടെ കൗണ്ടർ പാർട്ടിനോട് അനുഭവപ്പെട്ടേക്കാം. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള പോലെ അല്ലെങ്കിൽ ഇതിനു മുൻപ് എക്സ്പീരിയൻസ് ചെയ്ത റിലേഷൻഷിപ്പ് റൂൾസ് ഈ കണക്ഷനിൽ ആപ്ലിക്കബിൾ ആവണം എന്നില്ല. അതിൽ നിങ്ങൾ വറി ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് ഇതൊരു ഡിവൈൻലി ഗൈഡഡ് ജേണിയാണ്. ഇനി നിങ്ങൾക്ക് മൂവ് ആകണം എന്ന് തോന്നിയാലും യൂണിവേഴ്സ് നിങ്ങളെ അല്ലെങ്കിൽ ഈ പ്രപഞ്ച ശക്തി നിങ്ങളെ ഈ ഒരു കണക്ഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരും.